കാലവും മോഹൻലാൽ സിനിമകളും ഒരുപാട് കടന്നുപോയി. ലാലേട്ടനോടുള്ള ആരാധനയും വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ആ സിനിമ റിലീസായി. എമ്പുരാന്റെ ആദ്യത്തെ ഷോയ്ക്ക് ശേഷം മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. 500 രൂപ കൊടുത്താലും മുതലാവണ ടിക്കറ്റ്. എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. സൂപ്പർ. മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെയാണ് സൂപ്പർ. ഇത് 300 കോടിക്ക് മേളിൽ പോകും. ലാലേട്ടന്റെ മാസ് എൻട്രി ഞങ്ങളുടെ ലാലേട്ടൻ എന്ത് ചെയ്താലും ഉണ്ടല്ലോ കാണുന്നവർക്ക് കുളിര് പോലും. എല്ലാം മാസമായിട്ട് പൃഥ്വിരാജ് എടുത്തു വെച്ചിരിക്കുന്ന ഒരു വെൽ ക്ലാസിക് ആണ്. കാണുന്നു തന്നെയാണ് എല്ലാവരും. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. മലയാള സിനിമയുടെ അംബാസഡർ എന്ന് പറഞ്ഞിട്ട് പൊക്കി കൊണ്ടുവന്ന് അവൻ വെറും 800 മാരുതി 800. ചന്ദ്ര, എനിക്കൊരു സോഡ വാങ്ങിച്ച. ഈ തള്ളലുണ്ടല്ലേ പൃഥ്വിരാജ്, എന്റെ പൊന്നോ, ചുമ്മാ തള്ളു. ഈ പറയണ ഹൈപ്പിനൊന്നുമില്ല, കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. നശിപ്പിച്ച് എല്ലാ ഭാഷയിലും എല്ലാ ലാംഗ്വേജിലും പോയി. ഇതൊരു ബോളിവുഡ് മസാല പടം ഉണ്ടല്ലേ, ഒരു പൂറ ബോളിവുഡ് മസാല പടം. അത് തന്നെ ലാലേട്ടനെ കൊണ്ട് ചുമ്മാ ഇല്ല വിഡ്ഢിവേഷം കെട്ടിച്ച് എടുത്തു വെച്ചിരിക്കുന്ന. എന്തിനാ എടുത്തു വെച്ചിരിക്കുന്ന ഇതണക്കത്തെ ഒരു പടം? ഈ കറുത്ത ഷർട്ടിട്ട് വരുന്നവരൊക്കെ തന്നെ മോഹൻലാലിന്റെ ഫാൻസുകാരാണ്. ബെസ്റ്റ്. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫ് നല്ല ഹൈപ്പിനോട് നീതി പുറത്ത് വലിയ ഹൈപ്പിന്റെ അത്ര ഇല്ലായിരുന്നു. കൺഫ്യൂഷൻ ആയല്ലോ. അത്രയില്ല, അത്ര അങ്ങോട്ട് ബാക്ക് കിട്ടിയില്ല. പ്രതീക്ഷ ഒരു ലെവലിലോട്ട് എത്തിയില്ല. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. നമ്മളെ പൃഥ്വിരാജിനെ കൂടെ പറയാമല്ലോ, നല്ല ഹോളിവുഡ് റേഞ്ചിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് പറഞ്ഞ പോലെ മലയാളത്തില് ചെറിയ വലിയ പടം അത്രേ ഉള്ളൂ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാനല്ലേ കഴിയുള്ളൂ. സമയം